നമസ്കാരം. റെഡി ടു സ്റ്റഡി PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പുതിയ SCERT പാഠപുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5ാം ക്ലാസ് സോഷ്യൽ സയൻസ് 10ാമത്തെ ചാപ്റ്ററിലെ വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്ന പാഠഭാഗം നമുക്ക് നോക്കാം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണ്. രാത്രിയിലെ മനോഹരമായ ആകാശ കാഴ്ചകൾ പകൽ നമുക്ക് ദൃശ്യമാകാത്തത് എന്തുകൊണ്ടാണ്? സൂര്യൻ്റെ സാന്നിധ്യമാണ് ഇതിന് കാരണം. സൂര്യൻ ഒരു നക്ഷത്രമാണ്. അപ്പോൾ രാത്രിയിലെ കാഴ്ചകൾ എന്തുകൊണ്ട് നമുക്ക് പകൽ ദൃശ്യമാകുന്നില്ല എന്ന് ചോദിച്ചാൽ പകൽ സൂര്യൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പകൽ ആകാശത്തിലെ ഈ കാഴ്ചകളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായി കാണപ്പെടുന്നത് എന്തുകൊണ്ട്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായി കാണപ്പെടുന്നത് എന്തുകൊണ്ട്? ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ വളരെ ചെറുതായി നമ്മൾ കാണുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രം. നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം കത്തുന്നതാണ്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങൾ. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. നക്ഷത്രങ്ങൾ വളരെ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളെ ഗാലക്സി എന്ന് പറയുന്നു. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളെ ഗാലക്സികൾ എന്ന് പറയുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളെ ഗാലക്സികൾ എന്ന് പറയുന്നു. നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട്? നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്നതാണ് നക്ഷത്രങ്ങൾ മിന്നുന്നു എന്ന്. യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങൾ മിന്നുന്നില്ല, നമുക്ക് തോന്നുന്നതാണ് നക്ഷത്രങ്ങൾ മിന്നുന്നു എന്ന്. അങ്ങനെ തോന്നാനുള്ള കാരണം നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശാവ്യതിയാനങ്ങൾക്ക് വിധേയമാകും. അങ്ങനെയാണ് അതെന്ത് ചെയ്യുന്നത്? ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നുന്നത്. ദിശാവ്യതിയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപവർത്തനം സംഭവിക്കും. അപവർത്തനം സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇങ്ങനെ മിന്നുന്നതായിട്ട് തോന്നുന്നത്. ഇനി എന്താണ് ഗ്രഹങ്ങൾ? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. സ്വയം കറങ്ങണം, സൂര്യനെ വലം വയ്ക്കണം. സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. നോക്കൂ, ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. അവ സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഗ്രഹങ്ങളെന്ന് വിളിക്കുന്നത്. നമ്മുടെ സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളാണുള്ളത്. നമുക്ക് ഓരോന്നായി നോക്കാം. ബുധൻ, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ബുധൻ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രനാണ്. അപ്പോൾ ശുക്രൻ അറിയപ്പെടുന്ന എന്തൊക്കെയാണ്? പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം. പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ആകാശത്ത് കാണുന്നതുകൊണ്ട് പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ശുക്രനാണ്. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. വലിയ ഗ്രഹം വ്യാഴം. വലിയ വ്യാഴം. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. വലുപ്പത്തിൽ 2ാം സ്ഥാനം ശനിക്കാണ്. വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം ശനിയാണ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ് ആണ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ് ആണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഒരിക്കൽ കൂടി നോക്കാം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധനാണ്. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ശുക്രനാണ്. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴവും വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം ശനിയുമാണ്.
ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ് ആണ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ് ആണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. അപ്പോൾ എന്തൊക്കെ ചേർന്നതാണ് സൗരയൂഥം? സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, പിന്നെ അവയുടെ ഉപഗ്രഹങ്ങൾ, പിന്നെ കുള്ളൻ ഗ്രഹങ്ങളുണ്ട്, ക്ഷുദ്രഗ്രഹങ്ങളുണ്ട്, ഉൽക്കകളും വാൽ നക്ഷത്രങ്ങളുമുണ്ട്. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹം, ക്ഷുദ്രഗ്രഹം, ഉൽക്ക, വാൽ നക്ഷത്രം ഇത്രയും ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. അദ്ദേഹം പോളണ്ടുകാരനായ ഒരു വാനശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. അതിനു മുന്നേ വരെ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണ് എന്നൊരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. അത് മാറ്റി സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയെ ക്ഷീരപഥം അഥവാ ആകാശഗംഗ, മിൽക്കി വേ എന്ന് പറയും. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേ. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഒരു ഗാലക്സിയിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സി ചേർന്നതാണ് യൂണിവേഴ്സ്, പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടാനുകോടി ഗാലക്സികൾ ചേർന്നതാണ് പ്രപഞ്ചം. അപ്പോൾ സൗരയൂഥം നമ്മുടെ സൗരയൂഥം പോലെ ഒരുപാട് സൗരയൂഥം ചേർന്നതാണ് ആകാശഗംഗ അഥവാ ക്ഷീരപഥം എന്ന് പറയുന്ന ഗാലക്സി. അങ്ങനെ ഒരുപാട് ഗാലക്സികൾ ചേർന്നതാണ് പ്രപഞ്ചം. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. അതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് ഗാലക്സി ചേർന്നതാണ് പ്രപഞ്ചം. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ, കോമറ്റ്സ് എന്ന് പറയും. വാൽ നക്ഷത്രം അഥവാ ധൂമകേതു. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. അപ്പോൾ പാറയും പൊടിയും ഹിമവും ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. സൂര്യനോട് അടുത്ത് വരുമ്പോൾ ഇവയുടെ വാല് സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. അതിനെയാണ് നമ്മൾ വാൽ നക്ഷത്രം അഥവാ ധൂമകേതു എന്ന് പറയുന്നത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. അപ്പോൾ ക്ഷുദ്രഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണം, അതിനെയാണ് ക്ഷുദ്രഗ്രഹം എന്ന് പറയുന്നത്. ഇനി കുള്ളൻ ഗ്രഹം എന്താണ്? സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. നമുക്കറിയാം, നമ്മുടെ പ്ലൂട്ടോയൊക്കെ ഇപ്പോൾ കുള്ളൻ ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രഹം പോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ സൈസ് എന്താണ്? ഗ്രഹങ്ങളെക്കാൾ വളരെ ചെറുതാണ്. ഗ്രഹങ്ങൾ ചെയ്യുന്നത് പോലെ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നുണ്ട് ഇവ. ഇതിനെയാണ് നമ്മൾ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഉൽക്കകൾ എന്താണെന്ന് നോക്കാം. ഉൽക്കകൾ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളെയാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. എവിടുന്നാണ്? ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും. അതായത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളെയാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. അതായത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സ്പാർക്ക് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് അത് തീപ്പൊരികളായിട്ടാണ് നമ്മൾ ആകാശത്ത് രാത്രി കാലങ്ങളിൽ കാണുന്നത്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരും. ഇവയെ പ്രാദേശികമായിട്ട് കൊള്ളിമീനുകളെന്നും വിളിക്കും. അപ്പോൾ ഉൽക്കകളെയാണ് കൊള്ളിമീനുകളെന്ന് പ്രാദേശികമായിട്ട് വിളിക്കുന്നത്. ഇവ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ്. രാത്രിയിൽ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി നമ്മൾ ഇവയെ ആകാശത്ത് കാണപ്പെടുന്നു. ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ.
ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്സ്. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതിനെ ഒരു നക്ഷത്ര മാസമെന്ന് പറയും. അപ്പോൾ ചന്ദ്രന് ഭൂമിയെ വലവയ്ക്കണമെങ്കിൽ 27 ദിവസം 0.3 27.3 ദിവസം വേണം. അപ്പോൾ ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണം. ഇതിനെ ഒരു നക്ഷത്ര മാസമെന്ന് പറയുന്നു. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയെ ഭ്രമണപഥം എന്ന് പറയുന്നു. ഓർബിറ്റ്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. ആ ഒരു കറക്റ്റ് പൊസിഷനിൽ കൂടി തന്നെ എപ്പോഴും പോകുന്നതിന് കാരണമെന്ന് പറയുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലയം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുമുണ്ട്. അപ്പോൾ സൂര്യനെ വലം വയ്ക്കുന്നതിനോടൊപ്പം ഗ്രഹങ്ങൾ അവയുടെ അച്ചുതണ്ടിൽ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. ഇങ്ങനെ സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്നാണ് പറയുന്നത്. സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്ന് പറയുന്നു. സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതിനെ, ഈ പറഞ്ഞ ഭ്രമണപഥത്തിലൂടെ സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നതിനെ പരിക്രമണം അഥവാ റവല്യൂഷൻ എന്ന് പറയുന്നു. പരിക്രമണം റവല്യൂഷൻ. ഭ്രമണം റൊട്ടേഷൻ. സ്വന്തമായിട്ട് കറങ്ങുന്നത് ഭ്രമണം, സൂര്യനെ ചുറ്റുന്നത് പരിക്രമണം. ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് ഭൂമിയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് പാഠപുസ്തകത്തിൽ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിൻ്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്ക് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ഇത്രയുമാണ് സുനിത വില്യംസ് ഭൂമിയെക്കുറിച്ച് പറഞ്ഞത്. ഇനി എന്താണ് ബഹിരാകാശം? ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്ക് അപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം. അതായത് ഒരു ജ്യോതിർഗോളം, ഈ പറയുന്ന ഭൂമിയാണെങ്കിൽ ഭൂമി, അങ്ങനെ ഒരു ഗോളത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിന് അപ്പുറമുള്ളതിനെ നമ്മൾ ബഹിരാകാശം എന്ന് പറയും. ആ ഗോളത്തിൻ്റെ ഭാഗം കഴിഞ്ഞ് അന്തരീക്ഷം എന്ന് പറയുന്ന ആ ഒരു ഉയരത്തിന് അപ്പുറമുള്ളതിനെയാണ് നമ്മൾ ബഹിരാകാശം എന്ന് പറയുന്നത്. ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്ക് അപ്പുറമുള്ള മേഖലയെ ബഹിരാകാശം എന്ന് പറയും. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം ഭൂമിയാണ്. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. അതായത് ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി. അതായത് മുഴുവനായിട്ടും ഒരു ഗോളാകൃതിയല്ല, ധ്രുവപ്രദേശങ്ങളിൽ, ഉത്തര ധ്രുവത്തിൻ്റെയും ദക്ഷിണ ധ്രുവത്തിൻ്റെയും ഭാഗങ്ങളിൽ പരന്ന ഒരു രീതിയാണ്. അതുപോലെ ഭൂമധ്യരേഖയുടെ ഭാഗം വരുന്ന നടുക്ക് ഭാഗത്ത് ചെറുതായിട്ടൊന്ന് വീർത്തതാണ്. അങ്ങനെയുള്ളൊരു ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളത്. ഈ ആകൃതിയെ ജിയോയിഡ് എന്ന് പറയും. എന്നാണ് പറയുന്നത്. ജിയോയിഡ് എന്ന പദത്തിൻ്റെ അർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ്. ജിയോയിഡ് എന്ന് വെച്ചാൽ ഭൂമിയുടെ ആകൃതി എന്ന് തന്നെയാണ് അർത്ഥം. ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. അപ്പോൾ ആര്യഭടൻ പറഞ്ഞത് എന്താണ്? ഭൂമിക്ക് ഗോളാകൃതിയാണ്, സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നു. ഗ്രീക്ക് തത്വചിന്തകരായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. പിൽക്കാലത്ത് മഗല്ലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചതാരാണ്? മഗല്ലൻ. അദ്ദേഹം ഒരു കപ്പൽ യാത്രയിലൂടെയാണത് തെളിയിച്ചത്. മഗല്ലനാണ് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചത്. ഭൂമിക്ക് ഗോളാകൃതിയായതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. മറ്റേ പകുതിയിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും. അപ്പോൾ ഭൂമിയുടെ ഒരു വശത്ത് രാത്രിയും ഭൂമിയുടെ മറുവശത്ത് പകലുമായിരിക്കും ഒരേ സമയം അനുഭവപ്പെടുന്നത്. കാരണം ഭൂമിയുടെ ഗോളാകൃതിയാണ്. ഇത്തരത്തിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. അപ്പോൾ രാത്രിയും പകലും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം ഭൂമിയുടെ
ഭ്രമണമാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് അവിടെ പകലും മറുവശം രാത്രിയുമായിരിക്കുന്നതിന് കാരണം ഭൂമിയുടെ ഗോളാകൃതിയാണ്. എന്നാൽ ഇത് മാറി 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 വരുന്നതിന് കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം അഥവാ റൊട്ടേഷൻ. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആവശ്യമാണ്. ഇതിനെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആവശ്യമാണ്. ഇതിനെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇതാണ് പരിക്രമണം. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. ഇതിനെ ഒരു വർഷമായിട്ട് കണക്കാക്കുന്നു. ഭൂമിയുടെ പരിക്രമണത്തിൻ്റെ ഫലമായിട്ടാണ് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നത്. പല സീസൺസ് അനുഭവപ്പെടാൻ കാരണം ഭൂമിയുടെ പരിക്രമണമാണ്. ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ. ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്താണെന്ന് നോക്കാം. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. അപ്പോൾ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്നതാണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ. ഇനി കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലമായിട്ടൊരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരി. ദീർഘകാലമായിട്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ഈ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്ത്, ഒരു എക്സാക്റ്റ് സമയത്ത്. മറ്റേത് ഒരു റേഞ്ച് ഓഫ് സമയമാണ്. ഒരു ദീർഘമായിട്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എസ്.കെ. പൊറ്റക്കാട് എഴുതിയ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന കൃതിയിലെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് വെറുതെ ഒന്ന് വായിച്ചു നോക്കാം. ഉറച്ച് കട്ടിയായി തീർന്ന തടാകങ്ങളുടെ മാറിലൂടെ ബസ്സും ലോറിയും കാറും ഓടിത്തുടങ്ങും. സ്കീയിങ്, സ്കേറ്റിംഗ് തുടങ്ങിയ വിൻ്റർ സ്പോർട്സുകളുടെ ബഹളങ്ങളായിരിക്കും ഓരോ മൂലയിലും. വർഷത്തിൽ അധികകാലവും മഞ്ഞു മൂടി കിടക്കുന്നത് കൊണ്ട് റോഡുകൾ ഉറപ്പിലും ഭംഗിയിലും നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടും പണച്ചെലവുമുണ്ട്. ലാഹ്തിയുടെ ശരിയായ അഴക് കാണണമെങ്കിൽ ഹേമന്തകാലത്ത് ഇവിടെ വരണമെന്ന് കയ പറഞ്ഞു. അന്ന് നിലമെല്ലാം ധവളാഭമായ ഹിമത്താൽ മൂടിയിരിക്കും. മരങ്ങളെല്ലാം വെള്ളക്കടലാസ് തോരണങ്ങൾ പോലെ നിലകൊള്ളും. ഹിമത്തിൽ കളിക്കാൻ കുട്ടികൾക്ക് എന്തുത്സാഹമാണെന്നോ. ഏതാണ്ട് 6 മാസക്കാലം നീണ്ട രാത്രികൾ തന്നെ. പകൽ വെളിച്ചം കൂടിയാൽ 1-2 മണിക്കൂർ ഉണ്ടാകും. നിലം നീളെ മൂടിക്കിടക്കുന്ന ഹിമത്തിൻ്റെ ധാവല്യവും ആകാശത്തിൻ്റെ വെളിച്ചവും കൂടിക്കലർന്ന് നേരിയ നിലാവ് പരന്നതുപോലെ തോന്നും. അപ്പോൾ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്നുള്ള കൃതി എഴുതിയത് എസ്.കെ. പൊറ്റക്കാടാണ്. എസ്.കെ. പൊറ്റക്കാടാണ് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്നുള്ള കൃതി എഴുതിയത്. പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം നോർവേയാണ്. പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം നോർവേയാണ്. വർഷത്തിലധിക കാലവും മഞ്ഞു മൂടി കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായി പകലും 6 മാസം തുടർച്ചയായി രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഇവിടെയുള്ള തദ്ദേശീയരായ ജനതയെ ഇന്യൂട്ട് എന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ജനതയെ ഇന്യൂട്ട് എന്നാണ് വിളിക്കുന്നത്. വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിലാണ് അവർ സാധാരണ സഞ്ചരിക്കുന്നത്. അപ്പോൾ അവർ സഞ്ചരിക്കുന്ന ആ വളർത്തുനായകൾ വലിക്കുന്ന ഒരു വാഹനം, അതാണ് സ്ലെഡ്ജ് എന്ന് പറയുന്നത്. ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ടുകൾ. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ട്, അല്ലെങ്കിൽ ഇവരെ എക്സ്കിമോകൾ എന്ന് വിളിക്കും.
എസ്കിമോകൾ എന്നും പറയും, ഇന്യൂട്ട് എന്നും പറയും. ഇവർ മഞ്ഞുകൊണ്ട് നിർമ്മിച്ച വീടുകളെയാണ് ഇഗ്ലു എന്ന് വിളിക്കുന്നത്. ഇവർ മഞ്ഞുകൊണ്ട് നിർമ്മിച്ച വീടിനെ ഇഗ്ലു എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള തദ്ദേശീയരായ ജനതയാണ് ഇന്യൂട്ട്. അവർ നിർമ്മിച്ച വീടാണ് ഇഗ്ലു എന്ന് പറയുന്നത്. അടുത്തതായി മരുഭൂമിയെക്കുറിച്ചാണ് പറയുന്നത്. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് മരുഭൂമികൾ. വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യം അനുഭവപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവാണ്. ഉഷ്ണമരുഭൂമികളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ജീവിത രീതിയാണ് ഉള്ളത്. തുടർച്ചയായി വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമികളുടെ മറ്റ് സവിശേഷതകളാണ്. അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രവും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളാണ്. സഞ്ചാരത്തിനും ചരക്കു നീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്നത് മരുഭൂമികളിലെ സാധാരണ കാഴ്ചയാണ്. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ് അടുത്തതായി പറയുന്നത്. ആഗോള താപനില ഉയരുന്നു. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ്: ഒന്ന്, ആഗോള താപനില ഉയരുന്നു. സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, അതുപോലെ കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലും, വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൽ. 5 പോയിൻ്റാണ് പുസ്തകത്തിൽ തന്നിട്ടുള്ളത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏതൊക്കെയാണ്? ആഗോള താപനില ഉയരുന്നു, സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലും, വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൽ. ഇവയൊക്കെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലെ പ്രത്യാഘാതങ്ങൾ. പിന്നെ 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ സമ്മേളനം നടന്നത് ഗ്ലാസ്ഗോയിലാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2021 ഒക്ടോബർ 31 നടന്ന കാലാവസ്ഥാ സമ്മേളനം, ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാലാവസ്ഥാ സമ്മേളനം ഗ്ലാസ്ഗോയിലാണ് നടന്നത്. 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ സമ്മേളനം നടന്നത് ഗ്ലാസ്ഗോയിലാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുമായി കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. എന്തിനാണ്? കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും കേരള സർക്കാർ നടപ്പിലാക്കുന്ന പല പദ്ധതികളുണ്ട്. അതിലൊരു മെയിനായിട്ടുള്ള ഒരെണ്ണമാണ് ഹരിത കേരളം മിഷൻ. മണ്ണ് ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. അപ്പം മണ്ണ് സംരക്ഷണം, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി, ഇത്രയും മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയ ഹരിത കേരളം മിഷൻ്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ്. അപ്പോൾ ഹരിത കേരളം മിഷൻ്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ് ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ. ഹരിത കേരളം മിഷൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും വേണ്ടി ഹരിത കർമ്മസേനയും പച്ചത്തുരുത്തും അതിൻ്റെ ഭാഗമാണ്. ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. അപ്പോൾ അത് ശ്രദ്ധിച്ചു പഠിക്കും എന്ന് കരുതുന്നു. കൂട്ടുകാർക്ക് ക്ലാസ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. താങ്ക് യു.